നമസ്കാരം. ശ്രീചക്ര ജ്യോതിശാലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് ദയ സുഭാഷ്. ഇന്ന് കളക്ഷൻസിനെ കുറിച്ച് പരിചയപ്പെടുത്താനോ അതിനെക്കുറിച്ച് പറയാനോ ഒന്നല്ല നിങ്ങളുടെ മുന്നിലിരിക്കുന്നത്. ശ്രീചക്ര ജ്യോതിശാലയം എന്ന് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ജ്യോതിഷ സംബന്ധമായ കാര്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് നിങ്ങളുടെ മുന്നിലിരിക്കുന്നത്. ജ്യോതിഷ സംബന്ധമായ കാര്യം എന്ന് പറഞ്ഞാൽ നവഗ്രഹങ്ങളെക്കുറിച്ച് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഞാനിവിടെ ഇരിക്കുന്നത്. നമ്മളിൽ ഒട്ടുമിക്ക ആളുകൾക്കും ഏറെക്കുറെ ആളുകൾക്ക് നവഗ്രഹത്തെക്കുറിച്ച് അറിയാം, അല്ലേ? അറിയാത്ത കുറച്ച് പേരെങ്കിലും നമ്മുടെ ഇടയിലുണ്ടാവും. വളരെ പ്രധാനമായും അവർക്ക് വേണ്ടിയാണ് ഈ നവഗ്രഹത്തെക്കുറിച്ച് ഇന്ന് ഇവിടെ പറയുന്നത്. നവഗ്രഹങ്ങളെക്കുറിച്ച് അറിഞ്ഞാൽ മാത്രമേ നവഗ്രഹ സ്തോത്രത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന്, ഇത് ജപിക്കുന്നതിൻ്റെ, ഈ സ്തോത്രം ചൊല്ലുന്നതിൻ്റെ പ്രാധാന്യം എന്താണെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ് ഈ നവഗ്രഹങ്ങൾ? നവ എന്ന് പറഞ്ഞാൽ 9 എന്നാണ്. അറിയായിരിക്കും എല്ലാവർക്കും, അല്ലേ? നവ എന്ന് പറഞ്ഞാൽ 9 എന്നാണ് അർത്ഥം. നവഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ 9 ഗ്രഹങ്ങളെ കൊണ്ട് സൂചിപ്പിക്കുന്ന സ്തോത്രം, അല്ലെങ്കിൽ അവരെ നമിക്കുന്ന സ്തോത്രങ്ങൾ. 9 ഗ്രഹങ്ങളെ സൂചിപ്പിക്കുന്ന സ്തോത്രത്തെയാണ് നവഗ്രഹ സ്തോത്രം എന്ന് പറയുന്നത്. ഈ 9 ഗ്രഹങ്ങൾ, ഈ നവഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്ന ഈ 9 ഗ്രഹങ്ങൾ ഏതൊക്കെയാണെന്ന് കൂടി ഞാൻ പറയാം. രവി, നവഗ്രഹ സ്തോത്രത്തിൽ ഒന്നാമത്തെ സ്തോത്രം രവി, സൂര്യനെ ആസ്പദമാക്കിയാണ്. രണ്ടാമത്തെ സ്തോത്രം ചന്ദ്രനെയും, മൂന്നാമത്തെ സ്തോത്രം ചൊവ്വയെയും, നാലാമതായി വരുന്നത് ബുധനെയും, അഞ്ചാമതായി വരുന്നത് ഗുരുവിനെയും, അതായത് വ്യാഴത്തിനെയും, ആറാമത്തെ സ്തോത്രമായി ശുക്രനെയും, ഏഴാമതായി ശനിയെയും, അതായത് ശാസ്താവ് ശനിയെയും, എട്ടാമത്തെ രാഹുവിനെയും, 9 കേതുവിനെയും സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ 9 ഗ്രഹങ്ങളുടെ സ്തോത്രം രചിച്ചിട്ടുള്ളത്. നമ്മുടെ സൗരയൂഥത്തിലെ 9 ഗ്രഹങ്ങളെ ആസ്പദമാക്കി രചിച്ചിട്ടുള്ള ഈ നവഗ്രഹ സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ വളരെയേറെ പങ്കുവഹിക്കുന്നുണ്ട്. നമ്മുടെ ജനന സമയത്ത് ജാതകത്തിലുണ്ടാകുന്ന ഗ്രഹങ്ങളുടെ സ്ഥിതി, അല്ലെങ്കിൽ ജാതകത്തിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ചാണ് ഏറ്റക്കുറച്ചിലുകളെ പരിഹരിക്കാൻ വേണ്ടിയാണ് ഈ നവഗ്രഹ സ്തോത്രം നിത്യവും ജപിക്കേണ്ടത്. ഈ നവഗ്രഹ സ്തോത്രം രാവിലെയും സന്ധ്യയ്ക്കും വിളക്കിൻ്റെ മുന്നിലിരുന്ന് ജപിക്കുന്നത് ഏറെ ഉത്തമമാണ്. നമ്മുടെ ജനന നമ്മളിലുണ്ടാകുന്ന ഗ്രഹങ്ങളെ കൊണ്ടുണ്ടാകുന്ന ദോഷഫലങ്ങൾ, അല്ലെങ്കിൽ ജാതകത്തിൽ ഗ്രഹങ്ങൾക്കുണ്ടാകുന്ന ബലാബലങ്ങൾ, രണ്ടും ഒന്ന് തന്നെയാണ്. ഉണ്ടാകുന്ന ബലാബലങ്ങളെ പരിഹരിക്കുന്നതിന്, അല്ലെങ്കിൽ അതിലുണ്ടാകുന്ന ദോഷഫലങ്ങളെ പരിഹരിച്ച് സർവൈശ്വര്യം ഉണ്ടാകുന്നതിനും, സമ്പൽ സമൃദ്ധി, സർവൈശ്വര്യം എന്നിവ ഉണ്ടാകുന്നതിനും വേണ്ടിയാണ് ഈ നവഗ്രഹ സ്തോത്രം ജപിക്കുന്നത്. ദിവസത്തിൽ ഒരു തവണയെങ്കിലും ആത്മസമർപ്പണത്തോടും ഭക്തിയോടും കൂടി നമുക്ക് ഈ സ്തോത്രം ചൊല്ലാൻ സാധിച്ചാൽ വളരെ ഉത്തമമാണ്. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി നമ്മൾ ചെയ്യുന്നത് ഏറെ നല്ല കാര്യമാണ്, ഏറെ ഉത്തമമാണ്. അർത്ഥം മനസ്സിലാക്കി ചെയ്യണം. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അർത്ഥം മനസ്സിലാക്കാതെ, ഇതെന്താണെന്ന് മനസ്സിലാക്കാതെ ചെയ്യുന്നതിനേക്കാളും
ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ഇത് എന്തിനു വേണ്ടി എന്ന് മനസ്സിലാക്കി ചെയ്യുന്നത് ഏറെ ഉത്തമമാണ്. ഈ നവഗ്രഹ സ്തോത്രം നിത്യവും ജപിച്ചാൽ കുറേയേറെ നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. നവഗ്രഹ സ്തോത്രത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഏറെക്കുറെ നിങ്ങൾക്ക് മനസ്സിലാകാവുന്ന രീതിയിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നവഗ്രഹ സ്തോത്രങ്ങൾ ഏതാണെന്ന് നമുക്ക് പരിചയപ്പെടാം. നവഗ്രഹ സ്തോത്രങ്ങൾ പരിചയപ്പെടുന്നതിന് മുമ്പ് നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ആദ്യം സാക്ഷാൽ ഗണപതി ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് വേണം ആരംഭിക്കാൻ. 9 നവഗ്രഹ സ്തോത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ. അറിയാവുന്നവർ എൻ്റെ കൂടെ ചൊല്ലണം കേട്ടോ. എന്തെങ്കിലും തെറ്റോ കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. നിങ്ങൾക്ക് മനസ്സിലാകാവുന്ന രീതിയിൽ പരമാവധി നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പം കേട്ടു നോക്കാം. ഓം ശ്രീ ഗണേശായ നമഃ. അധത് നവഗ്രഹസ്തോത്രം ജപാകുസുമസംഘാശം കാശ്യപേയം മഹാദ്യുതിം തമോരിം സർവപാപജ്ഞം പ്രണതോസ്മി ദിവാകരം ദദിശങ്കുതുഷാരാഭം ക്ഷീരോധാർണവസംഭവം നമാമി ശശിനം സോമം ശംഭോർമകുടഭൂഷണം ധരണീഗർഭസംഭൂതം വിദ്യുത്കാന്തിസമപ്രഭം കുമാരം ശക്തിഹസ്തം തം മംഗളം പ്രണമാമ്യഹം. പ്രിയംബൂകലികാശ്യാമം രൂപേണ പ്രതിമം ഭുതം സൗമ്യം സൗമ്യഗുണോപേതം തം ഭുതം പ്രണമാമ്യഹം. ദേവാനാം ച ഋഷീണാം ച ഗുരും കാഞ്ചനസന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം തം ഗുരും പ്രണമാമ്യഹം. ഹിമകുന്ദമൃണാളാഭാം ദൈത്യാനാം പരമം ഗുരും സർവശാസ്ത്രപ്രവക്താരം തം ശുക്രം പ്രണമാമ്യഹം. നീലാഞ്ജനസമാഭാസം രവിപുത്രം യമാഗ്രജം ഛായാമാർത്താണ്ഡസംഭൂതം തം നമാമി ശനൈശ്ചരം. അർദ്ധകായം മഹാവീര്യം ചന്ദ്രാദിത്യവിമർദനം സിംഹികാഗർഭസംഭൂതം തം രാഹും പ്രണമാമ്യഹം. പലാശപുഷ്പസംഘാശം താരകാഗ്രഹമസ്തകം രൗദ്രം രൗദ്രാത്മകം ഘോരം തം കേതും പ്രണമാമ്യഹം.
ഇതാണ് 9 നവഗ്രഹ സ്തോത്രങ്ങൾ. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ഓരോ നവഗ്രഹ സ്തോത്രങ്ങളുടെ അർത്ഥവ്യാഖ്യാന സഹിതം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരാം. ഇപ്പോൾ ഒത്തിരി നേരമായി, 10 മിനിറ്റിലധികമായി. അതുകൊണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് ഓരോ സ്തോത്രത്തിൻ്റെയും അർത്ഥവ്യാഖ്യാന സഹിതം ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയുന്നതിന് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം.